ഹലോ ഗൈസ്, ഞങ്ങളിവിടെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് റെൻറ്റിന്. പക്ഷേ കട അടച്ചിരിക്കുന്നു. മൂഞ്ചി അവസ്ഥ. എല്ലാവരും ഇവിടെ. അച്ഛൊരു ഹായ് പറയൂ. അച്ഛനൊരു ഹായ്. പൊന്നു ബിസിയാണ്. അപ്പം നമ്മൾ ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇവിടെ പോകും. കാരക്കുണ്ട്, ചപ്പത്തൊടിയിൽ. ഹലോ ഗൈസ്, ഇവിടെ പുതിയ ആള് തിക്കി തിരക്കി വന്നിരുന്നിട്ടുണ്ട് ബ്ലോഗിലേക്ക്. ഗൈസ് പറയും, അതിലൊരു ചേച്ചി പോകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു ചടപ്പാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ വാച്ചാണ് കേട്ടോ. മൂഞ്ചി ഇരിക്കുന്ന 4 പേര്, 5 പേര്. എണ്ണാൻ കണക്കിൽ കുറച്ച് വീക്കാണ്. അപ്പോൾ ഇവിടെ ഒരാളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പോയിട്ടുണ്ട്. ഞങ്ങൾ അത് തപ്പണേ. ഇൻസ്റ്റഗ്രാമിൽ പോയ സങ്കടത്തിൽ നെഞ്ചത്തടിച്ച് കറിയുന്ന അച്ഛവും അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. പക്ഷെ ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് പൊന്നു പ്രതീക്ഷ കൊടുക്കുന്നു. 190 രൂപ. അതിൻ്റെ അവിടുന്ന് ചെറിയ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഉള്ളിൽ പ്രേതമുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇതാ എൻ്റെ മാല കണ്ടുള്ളൂ. 190 രൂപയുടെയാണ്. 2 ലെയറാണ് കേട്ടോ. ഇൻസ്റ്റഗ്രാം ഇന്ന് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അച്ചുവിന്റെ ആരാധകരൊക്കെ ഇപ്പോ എന്താ പറയാ, കമന്റ് ഇടുക. അച്ഛൻ ഇവിടെ പോയി, എന്റെ അച്ഛനെ കാണാനില്ല. അസ്വസ്ഥരാണ്. അച്ചുവിന്റെ ഫാൻസ് ഒക്കെ അസ്വസ്ഥരാണ്. എത്രയും പെട്ടെന്ന് അക്കൗണ്ട് തിരിച്ചു കിട്ടണമെന്ന് ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അച്ചുവിന് വേണ്ടവര് അച്ചു വെച്ച് കമന്റ് ഇടുക. ഞങ്ങളുടെ അക്കൗണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് DM ചെയ്താലും മതി. അടുത്തൊരു വ്ളോഗായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ടുള്ള വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പം ശരി, അടുത്ത വീഡിയോ ഇട്ട് ബാക്കി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ഗൈസ്, നമ്മളത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എടുക്കാൻ വരുന്നുണ്ട്. ലൈറ്റ് അടിച്ചിട്ട് ഇവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളത് എടുക്കാൻ പോകണ. ആകെ ഇരുട്ടാണ്. നമുക്ക് ലൈറ്റ് ഇട്ടോക്കാം. നമ്മളെ സ്വന്തം കടയാണ് കേട്ടോ. ഗ്യാസ് കറണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കവർ അത് 7. ഇതെങ്ങനെ നമ്മൾ കൊണ്ടുപോകും ഗൈസ്, ഞാൻ കാണിച്ചത്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇതെങ്ങനെ കൊണ്ടുപോകുന്നത്. ഇത് 7 ഉണ്ടോയെന്ന് എണ്ണി നോക്കാം. എണ്ണോക്കാൻ പറഞ്ഞു. ഹലോ ഗൈസ്, ഞങ്ങൾ നടന്ന് ക്ഷീണിച്ചിരിക്കുന്നു. കയ്യിൽ കവർ. അയ്യോ, ഇതാണ് അമൃത. അച്ചു പറയൂ, ഹൗ ഡു യു ഫീൽ? പറയൂ. ഒന്നും പറയാനില്ല. ഇതാ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അടിപൊളിയാണ്. ഒന്നും പറയാനില്ലാന്ന്. നാളെയാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അതെ, നാളെയാണ് ഞങ്ങളുടെ വിളയാട്ടം. അപ്പം നാളത്തെ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. 2 സ്റ്റേജാണ്. അപ്പം നമുക്ക് 2 സ്റ്റേജിൽ കളിക്കാനുണ്ട്. ഒന്ന് കാരക്കൊന്നും, ഒന്നിപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ കെട്ടുണ്ടായിരുന്നു. ഒന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. എൻ്റെ നാട്ടിലാണ്, പക്ഷെ കണ്ടിട്ടില്ല. കുറച്ചങ്ങോട്ട് പോകണം. ശനിയേ കമ്പി പോപ്പ് എന്താ അതിരാ? അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് നേരെ അശ്വിനീൻ്റെ വീട്ടിൽ കാരക്കുന്നാണ് വന്നിട്ടുള്ളത്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ നമുക്ക് ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെന്തായെന്ന് നോക്കാം. ചായക്ക് സ്പെഷ്യൽ കട്ടൻ ചായ ആണ് കേട്ടോ ഞങ്ങൾക്കിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. മതി. കടി തപ്പാൻ പോയിരിക്കുകയാണ് ഗൈസ്. എന്ത് കിട്ടും നമുക്ക് കണ്ടറിയാം. ഒന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ അരി വറുക്കുന്നത്. 50-50 ബിസ്ക്കറ്റ്. അങ്ങനെ നമുക്ക് ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചായയും സ്നാക്സൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ഒട്ടും ഒരു വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചെടുത്തതല്ല. കുഞ്ഞു ക്ലിപ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഞങ്ങളുടെ ഒരു സന്തോഷത്തിൻ്റെ ടൈമിൽ എടുക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കൂട്ടിയിട്ടൊരു വീഡിയോ ആക്കിയെന്നുള്ളൂ കേട്ടോ. കാരണം ഇതിനൊരു തലയും വാലും ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും. ഇതെന്തിനുള്ളതാണ്, ഇവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്ത ഒന്നും ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞങ്ങളുടെ ഒരു ഹാപ്പി മൊമെൻറ്റ്സ് എടുത്ത് ഞാൻ വീഡിയോ ആക്കിയെന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ മാത്രം എല്ലാവരും കാണണം. നമ്മൾ മഞ്ചേരി മുള്ളമ്പാറ
പോയിട്ടാണ് ഡ്രസ്സ് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നത്. വിനായക എന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ. അപ്പം നാളെയാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പോൾ എല്ലാവർക്കും ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഡ്രസ്സൊന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തലേ ദിവസം തന്നെ പോയി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളെ എല്ലാം കൂടെ ആകുമ്പോൾ ആകെ ജഗ പോകുകയോ. അപ്പോൾ അതാണ് കേട്ടോ. 1 മാസം പഴക്കള അലുവയാണ് ഇവിടെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളക്കാപ്പ് അലുവയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അശ്വിനിയുടെ വീടിൻ്റെ മുകളിൽ ഒരു അംഗനവാടി ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പ്രാക്ടീസിന് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ സ്പീക്കർ പൊക്കാൻ കഴിയാതെ അച്ചുവിൻ്റെ രോദനം. അയ്യോ, ഇത് കാരക്കുന്ന് അംഗനവാടിയാണ് കേട്ടോ. ഞാനിത് കാണിച്ചു തരാം. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ പ്രാക്ടീസ് നടക്കുന്നത്. മൂത്രമൊഴിക്കാൻ പോയി വരുന്ന 2 യുവതികൾ. പ്രാക്ടീസിൻ്റെ ഇടയിൽ അശ്വിനിയുടെ ഒരു മേമ ഉണ്ടായിരുന്നു. ആൾ നമുക്ക് കുറച്ച് ബേക്കറിയും വെള്ളമൊക്കെ കൊണ്ടു തന്നു കേട്ടോ. നമുക്ക് വിശക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കളിക്കും ചെയ്യുന്നുണ്ട്, കഴിക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നു. പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ അവസാനം ഇറങ്ങുകയാണ്. ഞങ്ങൾ പ്രാക്ടീസ് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണ്. അച്ചു 2 വാക്ക് പറയൂ. ഒക്കെ ഒരു ചളി ടീമാണ്, ആരും മൈൻഡൊക്കെ ഉണ്ടാ. അതെ. അപ്പോൾ നമ്മുടെ ഡാൻസ് നാളെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.